മാറ്റിനിടെ ഫിലിം ബൈ അതിലൊരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിന്ന് ഏത് ഡയറക്ടറെ പറ്റിയാണ് സംസാരിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പൊതുവേ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻഡോറിൽ ആണ് ഇത് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ ചുറ്റുമുള്ള ഈ മലനിരകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു ഡയറക്ടറെ പറ്റിയും ഒരു സിനിമയെ പറ്റിയും പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ നമുക്കിന്ന് ആ ഡയറക്ടറെ പറ്റി സംസാരിക്കാം. മലയാളത്തിൽ ഒരുപാട് സിനിമകളിലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്ത സിനിമകളൊക്കെ വളരെ കാമ്പുള്ള, വളരെ കുടുംബ പ്രേക്ഷകർക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിട്ടിക് ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം. മറ്റാരുമല്ല, ബ്ലസ്സി. കാരണം ഇന്ന് ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റി സംസാരിക്കുന്നതിന് വലിയ ഒരു കാരണം കൂടെയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയുടെ കൂടെ ഡയറക്ടറാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ആടുജീവിതം എന്ന് പറയുന്ന ആ നോവൽ വായിച്ചിട്ടില്ലാത്ത മലയാളികൾ ചുരുക്കമാണ്. അപ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു പ്രതീക്ഷ നമുക്ക് വാനോളമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ന് ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റി സംസാരിക്കാം. 1963 തിരുവല്ലയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. എനിക്ക് തിരുവല്ല ഞാൻ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു ചുമന്ന കളറിലുള്ള ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെ പഴയ വീട്. അദ്ദേഹത്തിൻ്റെ തറവാടെന്ന് പറയുന്നത് തിരുവല്ല ടൗണിൽ തന്നെയാണ്. ഞാൻ പല പ്രാവശ്യം ആ വീടിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എനിക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ചേരുന്നത് പത്മരാജൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനും ഡയറക്ടറുടെയും കൂടെയാണ്. പിന്നീട് ലോഹിദാസിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അതിന് ശേഷം ജയരാജ് എന്ന് പറയുന്ന ഡയറക്ടറുടെ വർക്ക് ചെയ്തു. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമകളിലൊക്കെ ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ശൈലി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമായിട്ടുള്ള കാഴ്ച എടുത്താൽ തന്നെ, കാഴ്ച ഒരു വൺ കൊമേഴ്ഷ്യൽ സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമയാണ്, അതോടൊപ്പം അതിന് ഒരു ശക്തമായ മൂല്യങ്ങളും സിനിമ ലാംഗ്വേജും ഒക്കെയുള്ള ഒരു പത്മരാജൻ സ്റ്റൈലുള്ള അല്ലെങ്കിൽ ലോഹിദാസ് സ്റ്റൈലിലുള്ള ഒരു സിനിമ മേക്കിങ്ങും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ കാഴ്ച വളരെയധികം ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അതിൽ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും നേടിയിട്ടുള്ള സിനിമയാണ്. ഒരു ഭൂകമ്പത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു പാവം പയ്യനെ ഏറ്റെടുത്ത് വളർത്തുന്ന ഒരു എടത്വക്കാരനായിട്ടുള്ള സാധാരണ ഒരു ഫിലിം ഓപ്പറേറ്ററും അയാളും ഈ കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ്. ലാംഗ്വേജിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഭാഷയ്ക്കപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കുന്ന വളരെ ഭംഗിയുള്ള, നാട്ടുമ്പുറത്തിൻ്റെ ഭംഗിയും സരളതയും എടുത്തു കാണിക്കുന്ന പറയുന്ന ഒരു സിനിമ. ആ സിനിമയിലെ കുട്ടനാടിൻ്റെ എടത്വയുടെ അവിടുത്തെ ആ കായലും അവിടുത്തെ പാട്ടും ഒക്കെ നമ്മളെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള തന്മാത്ര ഇന്നൊരു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന സിനിമയും തന്മാത്രയാണ്. കാരണം പത്മരാജൻ്റെ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് തന്മാത്ര. പക്ഷേ എത്ര ഭംഗിയായിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിട്ട് തന്മാത്രയെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അൾഷിമേഷ്യസ് എന്ന് പറയുന്ന അസുഖം ബാധിക്കുന്ന ഒരാൾ, വളരെ ബ്രില്യൻ്റായിട്ടുള്ള, എത്ര നന്നായിട്ടും പഴയ കാര്യങ്ങൾ ഓർക്കുകയും അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയിലിരിക്കുന്ന ക്വിസ് മത്സരങ്ങളിലും ഒക്കെ ഭയങ്കര അഗ്രഗണ്യനായ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ ഓർമ്മകൾ പതുക്കെ മറഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ അയാൾക്കും കുടുംബത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എനിക്ക് ഓർമ്മ മറഞ്ഞു പോകുകയാണ് എന്ന് അയാൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ അയാൾക്കുണ്ടാകുന്ന മാനസിക വ്യതകൾ, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളൊരു സിനിമ. ആ ഒരു ആക്ടറിനെ എത്രത്തോളം നന്നായിട്ട് ഊറ്റിയെടുത്ത് അയാളുടെ പെർഫോമൻസിനെ ഏതറ്റം വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് കാണിച്ച സിനിമ.
അത് നമ്മൾ ആ സിനിമ നമുക്ക് മറക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയും നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യും. അത്രയും നന്നായിട്ട് വളരെ ഡീറ്റെയിലായിട്ട് ഒരു അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ് തന്മാത്ര. ഒരു പക്ഷേ ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസിന് മോഹൻലാലിൻ്റെ പെർഫോമൻസും വളരെ ചെറിയൊരു നേരിയ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് നഷ്ടപ്പെട്ടത്. പക്ഷേ തന്മാത്ര എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമയുടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ കൂടിയും അതിന് ഒരു സമാന്തര സിനിമയുടെ ഒരു ലാളിത്യവും ഒരു നാച്ചുറാലിറ്റിയും ഒക്കെ ആ സിനിമയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മികവ്. ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമ ഒന്നും കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഭ്രമരം എന്ന് പറയുന്ന സിനിമ. ആ ഭ്രമരം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ഇത്രയും വലിയ ഇടുക്കുകളിലൂടെയും മലമുകളിലൂടെയും ജീപ്പ് ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് ശരിക്കും ഭ്രമരം. ആ ഭ്രമരത്തിന് പറയുന്ന പേര് തന്നെ അനർത്ഥമാക്കുന്നത് ആ സിനിമ നമ്മളുടെ ചെവിക്കുള്ളിൽ ഒരു മൂളലുണ്ടാക്കിക്കൊണ്ട് ആദ്യാവസാനം വരെ നമ്മളെ ഇങ്ങനെ ഒരു ചെവിക്കുള്ളിലൊരു ഒരു വണ്ടിൻ്റെ മുരൾച്ച നമ്മളിലുണ്ടാക്കുന്നുണ്ട്. തന്നെ ചതിച്ച രണ്ട് കൂട്ടുകാരുടെ അയാളുടെ പ്രതികാരം അയാൾ കാണിക്കുന്നതും അയാളുടെ ഉള്ളിൽ ഒരു നന്മയുള്ള ഒരു മനുഷ്യനുള്ളത് കൊണ്ട് അവരെ കൊല്ലാതെ വിടുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഭംഗിയുള്ള സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 3 നല്ല സിനിമകൾ നമുക്ക് ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറിനെ പറ്റി പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും പ്രണയം എന്ന് പറയുന്ന സിനിമയും നമുക്ക് പരാമർശിച്ച് പോകാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ആക്ടേഴ്സിനെ കൊണ്ട് അദ്ദേഹം ചെയ്യിക്കുന്ന പെർഫോമൻസുകൾ, അവരുടെ ആ നമ്മളറിയാതെ അവരെയൊക്കെ ആരാധിച്ചു പോകുന്ന ലെവലിലുള്ള പെർഫോമൻസുകളുണ്ട്. ഇതോടൊപ്പം അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ തിരക്കഥ എഴുതിയിട്ടുള്ള അദ്ദേഹം തന്നെയാണ്. അതിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഈ പത്മരാജൻ്റെ ആണെങ്കിലും ലോഹിദാസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ഒരു മികവ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ആ ലാളിത്യമുണ്ട് ആ സിനിമകൾക്ക്. അതുപോലെ കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങളുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ആഴങ്ങളുണ്ട്. അതിൽ ചെറിയ അവരുടെ കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രണയബന്ധത്തിൻ്റെ സെക്ഷുവാലിറ്റിയുടെ ഒക്കെ ചെറിയ അംശങ്ങൾ അതിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് കുടുംബ ബന്ധങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പ്രണയവും കുടുംബ ബന്ധങ്ങളും ഈ പറയുന്ന നാട്ടുംപുറത്തിൻ്റെ നന്മയും ഒക്കെ അടങ്ങുന്ന ഒരുപിടി സിനിമകൾ നമുക്ക് ബ്ലസ്സി തന്നിട്ടുണ്ട്. ആടുജീവിതവും ഈ പറയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ പെട്ടുപോകലിൻ്റെ, സ്വാതന്ത്ര്യമില്ലായ്മയുടെ അല്ലെങ്കിൽ പ്രതീക്ഷകളുടെയൊക്കെ സിനിമയാണ്. ഒരു ആട് ഫാമിൽ പെട്ടുപോകുന്ന, ഒരു അറബിയുടെ അണ്ടറിൽ പെട്ടുപോകുന്ന ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ പ്രതീക്ഷകൾ കൊണ്ട് ജീവിക്കുകയും അവൻ്റെ ശക്തമായ വിശ്വാസങ്ങളും പ്രാർത്ഥനയും അവനെ എങ്ങനെയൊക്കെയോ ഒരു ആൾ രൂപമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഇമാജിനേഷനായിട്ടോ ഒക്കെ ഒരു രക്ഷകൻ അയാൾക്ക് വന്നുപെടുന്നതും ആ രക്ഷകനിലൂടെ അയാൾ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും ഒക്കെ ആയിട്ടുള്ള സിനിമയാണ്. അതൊരു വലിയ സിനിമയാണ്. ആ സിനിമ റിലീസാവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എനിക്ക് തന്മാത്ര എന്ന് പറയുന്ന സിനിമ ഏൽപ്പിച്ച ആഘാതം ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റി പറയുമ്പോൾ ഉള്ളിൽ വല്ലാതെ പൊന്തി വരുന്നുണ്ട്. എൻ്റെ ഇതിൽ ബ്ലസ്സിയുടെ ഏറ്റവും മികച്ച സിനിമ തന്മാത്ര തന്നെയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമ്മൾ ആരാധിച്ചു പോകുന്ന ഒരു ചെറിയ ഒരു മനുഷ്യൻ്റെ മാറ്റങ്ങളും ഓർമ്മക്കുറവുകളും ഒക്കെ ഇത്രയും ഭംഗിയായിട്ട് ഒരു ആക്ടർക്ക് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ. ആ സിനിമ അങ്ങനെ ചെയ്യാൻ ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ബ്ലസ്സിയുടെ ആടുജീവിതത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അദ്ദേഹം എന്ന് പറയുന്ന ആ പ്രതിഭയുടെ മുന്നിൽ നമുക്ക് ഒരു പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൈൻ ഓഫ് ചെയ്യുന്നു.